നമസ്കാരം സുഹൃത്തുക്കളെ. നാളത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും? നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇന്നത്തെ ഈ ഒരു ഡേറ്റ ഡീകോഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ കോംപ്ലക്സ് ആയ ഡേറ്റകൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റെഡിയല്ലേ? ഓക്കെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇന്നത്തെ മാർക്കറ്റിലെ ആ വലിയ ഞെട്ടൽ, ബാങ്ക് നിഫ്റ്റിയിലെ ആ വമ്പൻ വീഴ്ച തന്നെയാണല്ലേ. എക്സ്പെക്ടേഷൻസ് ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് 863 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ. ശരിക്കും മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന എല്ലാവരെയും ഒരുപോലെ അമ്പരിപ്പിച്ചൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അജണ്ട വളരെ ക്ലിയറാണ്. ആദ്യം തന്നെ നമ്മൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും കോർ എഞ്ചിൻ അനാലിസിസ് നോക്കും. രണ്ടാമതായി സ്റ്റോക്ക് സ്പെസിഫിക് കാറ്റലിസ്റ്റുകൾ. പിന്നെ അവസാനമായി ഗ്ലോബൽ മാർക്കറ്റും കമ്മോഡിറ്റീസും ഉൾപ്പെടുന്ന മാക്രോ പിക്ചർ. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. കോർ എഞ്ചിൻ, അതായത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്. ഇന്നത്തെ നിഫ്റ്റിയുടെ ഇൻട്രാഡേ മൂവ്മെന്റ് എടുത്താൽ ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു. തുടക്കം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. പിന്നെ മുകളിലെ റെസിസ്റ്റൻസിൽ തട്ടി ഏകദേശം 50% റിജക്ഷൻ എടുത്ത് താഴേക്ക് പോന്നു. നമ്മളിൽ പലരും ഒരു 23,900 വരെ മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? പക്ഷെ അതുണ്ടായില്ല. പകരം നിഫ്റ്റി 24,000 എന്ന ലെവലിന് മുകളിൽ തന്നെ പിടിച്ചു നിൽക്കാനാണ് ശ്രമിച്ചത്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഏറ്റവും ക്രൂഷ്യലായ നമ്പർ ഈ 24,000 നിഫ്റ്റി ഈ ഒരു മേജർ സപ്പോർട്ടിന് മുകളിലാണ് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് പ്രിന്റ് വന്നത് ഒരൽപ്പം താഴെയാണ്, അതായത് 23,995. അതുകൊണ്ടുതന്നെ ഈ 24,000 എന്ന ലെവൽ നാളത്തെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ ഘടകമായി മാറും. ഇനി നാളത്തെ കാര്യം എടുത്താലോ? ഈ കാണുന്ന പോലെ പ്രധാനമായും 2 സാധ്യതകളാണുള്ളത്. മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ 24,040 ബ്രേക്ക് ചെയ്താലേ 24,250ലേക്കും 24,300ലേക്കും ഒരു മൂവ്മെന്റ് കിട്ടുകയുള്ളൂ. മറിച്ച് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലോ അവിടെ ഒരു വലിയ ബുൾ ട്രാപ്പിന് സാധ്യതയുണ്ട്. എന്തെങ്കിലും യുദ്ധവാർത്തകളോ മറ്റു വലിയ ന്യൂസുകളോ വന്നില്ലെങ്കിൽ മാർക്കറ്റ് 24,000നും 24,080നും ഇടയിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നടത്താനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നിഫ്റ്റിയുടെ അതേ പാറ്റേൺ തന്നെയാണ് സെൻസെക്സും കാണിച്ചത്. ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഒരു അപ്വേർഡ് പുഷ്, പിന്നെ നിക്ഷേപകരെ കൺഫ്യൂസ് ആക്കുന്ന ഒരു ബുൾ ട്രാപ്പ്, അവസാനം താഴേക്കുള്ള ട്രെൻഡ്. ശരിക്കും നിഫ്റ്റി അതുപോലെ മിറർ ചെയ്യുകയായിരുന്നു എന്ന് പറയാം. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 700 മുതൽ 750 പോയിന്റ് വരെ താഴേക്ക് പോകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 863 പോയിന്റിന്റെ വമ്പൻ വീഴ്ചയാണ് അവിടെ കണ്ടത്. എങ്കിലും ഇത്രയും വലിയ വീഴ്ചയിലും പഴയ സപ്പോർട്ട് ലെവലുകളെ കൃത്യമായി റെസ്പെക്ട് ചെയ്തുവെന്നതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ലെവലുകൾ നാളെ നമ്മൾ പ്രത്യേകം വാച്ച് ചെയ്യണം. നിലവിൽ 50,500 എന്നത് നല്ലൊരു മേജർ സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മുകളിലേക്കൊരു മൂവ്മെന്റ് വന്നാൽ തന്നെ 50,550 ഒരു റിജക്ഷൻ ഉറപ്പായും പ്രതീക്ഷിക്കാം. പിന്നെ താഴെത്തട്ടിൽ നിന്നുള്ള ആ ബുൾ ട്രാപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നാളെയും ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു 600 മുതൽ 700 പോയിന്റ് വരെയുള്ള ഹൈ വോൾട്ടാലിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബ്രോഡ് ഇൻഡെക്സുകളുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി നാളത്തെ മാർക്കറ്റിനെ ഇളക്കി മറിക്കാൻ പോകുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. സെക്ഷൻ 2, സ്റ്റോക്ക് സ്പെസിഫിക് ട്രിഗറുകൾ. ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഇത്ര വലിയ വോളറ്റിലിറ്റി നമ്മൾ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത്? അതിനൊരു വലിയ കാരണമുണ്ട്. നാളെ കുറച്ച് വമ്പന്മാരുടെ ബാങ്കിംഗ് റിസൾട്ടുകൾ വരുന്നുണ്ട്. ബജാജ് ഫിനാൻസ്, ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പിന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഈ റിസൾട്ടുകൾ തന്നെയാണ് നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത്. ബാങ്കുകൾ മാത്രമല്ല കേട്ടോ, വേറെയും ചില കിടിലൻ കമ്പനികളുടെ റിസൾട്ടുകൾ നാളെയുണ്ട്. അദാനി പവർ, എംഫസിസ്, ഗ്രാനൂൾസ്, HEG ഇവരൊക്കെ ആ ലിസ്റ്റിലുണ്ട്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, വാരി എനർജീസ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണിത്. അതുകൊണ്ട് ഇതിലൊരു വമ്പൻ മൂവ്മെന്റ് നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഫാർമ സെക്ടറിലെ റിസൾട്ടുകളും നാളെ റഡാറിൽ വെച്ചോളൂ. ഇനി ഏണിംഗ്സ് മാത്രം പോരല്ല, ചില വലിയ കോർപ്പറേറ്റ് ആക്ഷനുകളും നാളത്തെ മാർക്കറ്റിലുണ്ട്. വേദാന്തയുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇന്ന് ഒഫീഷ്യലായി അവസാനിക്കുകയാണ്. പുതിയ ഓപ്ഷൻസും അലോക്കേഷൻസും നാളെ തുടങ്ങും. ഇത് പലരുടെയും പോർട്ട്ഫോളിയോയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതുപോലെ തന്നെ 3M ഇന്ത്യയുടെ 1:5 എന്ന അനുപാതത്തിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റും നടക്കുന്നുണ്ട്. അതായത് പോർട്ട്ഫോളിയോയിൽ പുതിയ പ്രൈസിൽ പുതിയ 5 കമ്പനികളായിട്ടാകും ഇത് വരിക. അപ്പോൾ ആക്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. നമുക്കിനി കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലേക്ക് നോക്കാം. സെക്ഷൻ 3, മാക്രോ കോണ്ടെക്സ്റ്റ്, അതായത് ഗ്ലോബൽ മാർക്കറ്റും കമ്മോഡിറ്റീസും എന്തു പറയുന്നു എന്ന് നോക്കാം. ഇതിൽ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. ഒന്നാലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ അവർ കാണിക്കുന്ന ആ ഒരു ബുള്ളിഷ് റാലി ഇപ്പോഴും കൃത്യമായിട്ട് തുടരുകയാണ്. ഇന്ന് ക്ലോസ് ചെയ്തതും പോസിറ്റീവായിട്ടാണ്. ഇപ്പോൾ ഇതൊരു മേജർ ബ്രേക്ക് ഡൗൺ ലെവലിലാണ് നിൽക്കുന്നത്. ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ വീണ്ടും മുകളിലേക്ക് പോകാനുള്ള വലിയൊരു അവസരമാണ് അവിടെ തുറന്നു കിട്ടുന്നത്. ഇനി നമ്മുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ്, അതായത് VIX എന്താണ് പറയുന്നത് എന്ന് നോക്കാം.
മാർക്കറ്റ് ഇത്രയൊക്കെ താഴേക്ക് പോയിട്ടും നമ്മൾ അത്ര പാനിക് ആവേണ്ടതില്ല കേട്ടോ. കാരണം ഇന്ത്യ VIX 19 നിന്ന് 18ലേക്ക് കൂൾ ഓഫ് ആയിട്ടുണ്ട്. ഇടയ്ക്കതൊരു 17.2 വരെയൊക്കെ പോയിരുന്നു. അതിനൊപ്പം തന്നെ US VIXും കൂൾ ഓഫാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗ്ലോബൽ ലെവലിൽ വലിയൊരു പാനിക് സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ഒരു സമ്മിശ്ര പ്രതികരണം, അതായത് ഒരു മിക്സ്ഡ് റിയാക്ഷനാണ് കാണാൻ കഴിയുന്നത്. S&P 500ഉം നാസ്ഡാക്കും ഗ്യാപ് ഡൗൺ ആയി ഓപ്പൺ ചെയ്ത് ഒരു റിക്കവറിയുമില്ലാതെ താഴേക്ക് പോയി. എന്നാൽ ഡൗ ജോൺസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ടും പിന്നീട് റിക്കവറിക്ക് ശ്രമിച്ച് താഴേക്ക് തന്നെയാണ് പോകുന്നത്. ഒരു തരം കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണെന്ന് പറയാം. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഡൈവർജൻസ് ആണ് കാണുന്നത്. ഇവിടെ കാര്യങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് എനർജി സെക്ടർ വളരെ സ്ട്രോങ് ആയ ഒരു അപ് ട്രെൻഡിൽ കുതിക്കുമ്പോൾ, മറുവശത്ത് മെറ്റൽസ് ആൻഡ് ബുളിയൻ സെക്ടർ വളരെ വ്യക്തമായൊരു ഡൗൺ ട്രെൻഡിലേക്ക് കൂപ്പുകുത്തുകയാണ്. എനർജി സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്രൂഡ് ഓയിലിന്റെ വിലയാണ്. നിലവിൽ അത് $97 ഇന്നത്തെ ആ ഒരു സ്ട്രോങ് ഡെയിലി സെന്റിമെന്റ് വെച്ച് നോക്കുമ്പോൾ അത് $99 വരെ പുഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ 97 ട്രേഡ് ചെയ്യുന്നത്. ക്രൂഡിലെ ഈ വലിയ അപ് ട്രെൻഡ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ക്രൂഡ് ഓയിൽ മാത്രമല്ല, നാച്ചുറൽ ഗ്യാസും ഒട്ടും പിന്നിലല്ല കേട്ടോ. വളരെ നല്ലൊരു അപ് ട്രെൻഡിലാണ് അതുമുള്ളത്. ഒരു ഗ്യാപ്പ് അപ്പിലൂടെ ഏകദേശം 18 പോയിന്റോളം കയറിയാണ് നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ നിൽക്കുന്നത്. എനർജി സെക്ടറിലെ ഈ ബുള്ളിഷ് ട്രെൻഡ് വളരെ സ്ട്രോങ് ആണെന്ന് ഇതുറപ്പിക്കുന്നു. നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെറ്റൽസ്, ബുള്ളിയൻ സെക്ടറിന്റെ കാര്യമോ, ഗോൾഡ്, സിൽവർ, പിന്നെ അലൂമിനിയം, സിങ്ക്, ലെഡ്, നിക്കൽ തുടങ്ങിയ പ്രധാന ബേസ് മെറ്റലുകളെല്ലാം തന്നെ ഇപ്പോഴൊരു വ്യക്തമായ ഡൗൺ ട്രെൻഡിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെറ്റലുകളിൽ ഷോർട്ട് പൊസിഷനുകൾ നോക്കുന്നതായിരിക്കും ഇപ്പോൾ കൂടുതൽ സുരക്ഷിതം. അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വശത്ത് വലിയ ബാങ്കിംഗ് റിസൾട്ടുകൾ, മറുവശത്ത് പുതിയ F&O അലോക്കേഷനുകൾ. നാളത്തെ ദിവസം ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ആക്ഷൻ പാക്ഡ് ഡേ തന്നെയായിരിക്കും. ഈ വലിയ മാറ്റങ്ങൾക്കും ഗ്ലോബൽ വോളറ്റാലിറ്റിക്കുമിടയിൽ നാളത്തെ ഓപ്പണിംഗ് ബെല്ലിന് ശേഷം മാർക്കറ്റ് ആരെയാണ് ട്രാപ്പിലാക്കാൻ പോകുന്നത്? വളരെ കരുതലോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ഈ ഡേറ്റ അനാലിസിസ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൃത്യമായി പഠിക്കുക, തയ്യാറെടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.